നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസ്സി. പ്രധാന വാർത്തകൾ. ആലപ്പുഴ നഗരത്തിലെ പ്രധാന വ്യാപാര മേഖലയിൽ തീപിടുത്തമുണ്ടായത് നാട്ടുകാരിൽ പരിഭ്രാന്തി പടർത്തി. കൊത്തുകൊച്ചാവടി പാലത്തിന് കിഴക്ക് ഇലക്ട്രോണിക് സർവീസ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. സംസ്ഥാനത്താദ്യമായി വിദ്യാർത്ഥി സൗഹൃദ പ്രൈവറ്റ് ബസ് സർവീസിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥി സൗഹൃദ ബസ് സർവീസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആലപ്പുഴ നഗരസഭയുടെ കാർഷിക പദ്ധതിയായ പൊന്നോണത്തോട്ടം കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. പൊന്നോണത്തോട്ടത്തിൽ നടത്തിയ വിളവെടുപ്പ് ചടങ്ങിൽ നഗരസഭ അധ്യക്ഷ കെ ജയമ്മ അധ്യക്ഷയായി. ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടത്താൻ തീരുമാനമായി. പുന്നമടക്കായലിൽ നടക്കുന്ന ജലമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. NTBR സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചത്. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റ് പടിക്കലാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. വാർത്തകൾ വിശദമായി. ആലപ്പുഴ നഗരത്തിലെ പ്രധാന വ്യാപാര മേഖലയിൽ തീപിടുത്തമുണ്ടായത് നാട്ടുകാരിൽ പരിഭ്രാന്തി പടർത്തി. കൊത്തുകൊച്ചാവടി പാലത്തിന് കിഴക്ക് ഇലക്ട്രോണിക് സർവീസ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ആലപ്പുഴ നഗരത്തിലെ പ്രധാന വ്യാപാര മേഖലയിൽ തീപിടുത്തമുണ്ടായത് നാട്ടുകാരിൽ പരിഭ്രാന്തി പടർത്തി. കൊത്തുകൊച്ചാവടി പാലത്തിന് കിഴക്ക് ഇലക്ട്രോണിക് സർവീസ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. ഷോപ്പിൽ നിന്നും പുക ഉയരുന്നത് കണ്ട സമീപത്തെ വ്യാപാര സ്ഥാപനത്തിലെ ആളുകളാണ് വിവരം അഗ്നിശമന സേനാ വിഭാഗത്തെ അറിയിച്ചത്. CCTV, LED TV, LCD TV, ഹോം തിയേറ്റർ അടക്കം സർവീസ് ചെയ്യുന്ന സ്ഥാപനമാണിത്. ആലപ്പുഴ അഗ്നിശമന യൂണിറ്റിലെ 3ഓളം ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. സർവീസിനായി ഷോപ്പിലെത്തിച്ചിരുന്ന ടിവികളും മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങളും അടക്കം തീപിടുത്തത്തിൽ കത്തിനശിച്ചിട്ടുണ്ട്. തീ അണയ്ക്കാനായി കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലം വലിയ ദുരന്തമാണ് പ്രദേശത്തു നിന്നും ഒഴിവായത്. കത്തിയ ഇലക്ട്രോണിക്സ് ഷോപ്പിന് ഇരുവശവും ചെറുതും വലുതുമായ നിരവധി വ്യാപാര സ്ഥാപനങ്ങളാണ് നിരനിരയായുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അപകടമുണ്ടാകാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നത് എടുത്തു പറയേണ്ട ഒന്നാണ്. സംസ്ഥാനത്താദ്യമായി വിദ്യാർത്ഥി സൗഹൃദ പ്രൈവറ്റ് ബസ് സർവീസിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥി സൗഹൃദ ബസ് സർവീസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. സംസ്ഥാനത്ത് ആദ്യമായി വിദ്യാർത്ഥി സൗഹൃദ പ്രൈവറ്റ് ബസ് സർവീസിന് ജില്ലയിൽ തുടക്കമായി. വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് ബസ്സുകളിൽ സുഖകരമായ യാത്ര ഒരുക്കുകയാണ് ലക്ഷ്യം. ജില്ലാ നിയമസേവന അതോറിറ്റി, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ജില്ലാ നിയമസേവന അതോറിറ്റി, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ജില്ലാ നിയമസേവന അതോറിറ്റി തയ്യാറാക്കിയ വിദ്യാർത്ഥി സൗഹൃദ സർവീസ് സ്റ്റിക്കറുകൾ ബസ്സുകളിൽ പതിപ്പിച്ചു തുടങ്ങി. കളക്ട്രേറ്റിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ, ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി കെ ബാലകൃഷ്ണൻ വിദ്യാർത്ഥി സൗഹൃദ ബസ് സർവീസ് സ്റ്റിക്കർ RTA ബോർഡ് ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമ്മർദ്ദത്തിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. കുട്ടികളാണെങ്കിൽ അവരുടെ നമുക്കറിയാം, അവരുടെ വികാരങ്ങളും വിക്ഷോഭങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ അവരൊക്കെ റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാനും നിങ്ങളൊക്കെ ഒരു കാലത്ത് കോളേജിലും സ്കൂളിലൊക്കെ പഠിച്ചിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ കുട്ടിക്കാലത്തും നമ്മൾ ബസ്സിൽ പോയി നമുക്കും മോശമില്ലാത്ത അനുഭവങ്ങളുണ്ടായി, നല്ല അനുഭവങ്ങളുണ്ടായി. അപ്പോൾ നമ്മുടെ കുട്ടിക്കാലം മറന്നുകൊണ്ട് നമുക്ക് ജീവിക്കാനാവില്ല. അപ്പോൾ നമ്മളും ഒരു കാലത്ത് കുട്ടികളായിരുന്നു എന്ന രീതിയിൽ കുട്ടികളെ നമ്മൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ സ്പർദ്ധ ഒഴിവാക്കിയിട്ടു. കാരണം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ കലക്ടറും, നാളത്തെ ജഡ്ജും, നാളത്തെ ഡ്രൈവറും, നാളത്തെ RC ഓണറും, ബസ് ഉടമയും, ബിസിനസ്സുകാരൊക്കെ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരാണ് നാളത്തെ നമ്മുടെ കസേരയിൽ നാളെ അവരിയ്ക്കേണ്ടതെന്നുള്ള ബോധം നമുക്കുണ്ടാവുകയാണെങ്കിൽ അവരോട് കുറച്ചുകൂടി സ്നേഹത്തോടെ, വാത്സല്യത്തോടെ കൂടി അവരുടെ ചെറിയ കുറുമ്പുകൾ നമുക്ക് ക്ഷമിക്കാം.
ആലപ്പുഴയിലെ ജനങ്ങൾ സൗഹൃദ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കുന്നവരാണ്. ആ സൗഹൃദ മനോഭാവം കുട്ടികൾക്ക് കൂടി നൽകണമെന്നും അതിനുള്ള അവസരമായി ഇതിനെ കാണണമെന്നും പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് ജഡ്ജി കെ ബാലകൃഷ്ണൻ പറഞ്ഞു. കുട്ടികളുടെ മാനസികവും കായികവുമായ ഉല്ലാസത്തിനുള്ള കാര്യങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണെന്നും അതോടൊപ്പം ഇത്തരം പരിപാടിയിലൂടെ അവരുടെ സുരക്ഷയ്ക്ക് കൂടി പരിഗണന നൽകുകയാണെന്നും RTA ബോർഡ് ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. ചടങ്ങിൽ സിവിൽ ജഡ്ജിയും ജില്ലാ നിയമസേവന അതോറിറ്റി സെക്രട്ടറിയുമായ പ്രമോദ് മുരളി സന്നിഹിതനായി. ജില്ലാ നിയമസേവന അതോറിറ്റി, മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ NALSA സ്കീം 2015 ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് ബസ്സുകളിൽ യാതൊരുവിധ അസൗകര്യവും ഉണ്ടാകാതിരിക്കുകയാണ് ലക്ഷ്യം. ആദ്യഘട്ടമായി സിറ്റി സർവീസുകളിലാണ് സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്നത്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 7 മണി വരെ വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ അനുവദിക്കുന്ന കാര്യം സ്റ്റിക്കറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 വർഷക്കാലം ഇവ നിരീക്ഷിക്കും. ഏറ്റവും സൗഹൃദപരമായി സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് റിപ്പബ്ലിക് ദിനത്തിൽ റിവാർഡ് നൽകും. ചടങ്ങിൽ റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ AK ദിലു, ADM ഇൻചാർജ് ദിലീപ് കുമാർ, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ TR തമ്പി, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ S ബിജോയ്, MVI അനിൽകുമാർ, AMV K രഞ്ജിത്ത്, ബസ് ഓണേഴ്സ് അസോസിയേഷൻ പ്രതിനിധികൾ, RTO ഉദ്യോഗസ്ഥർ, NCC കേഡറ്റുകൾ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളും ബസ് ജീവനക്കാരും പരസ്പരം സഹകരണത്തോടെ പെരുമാറി പരിപാടി വിജയിപ്പിക്കാൻ RTO അഭ്യർത്ഥിച്ചു. ആലപ്പുഴ നഗരസഭയുടെ കാർഷിക പദ്ധതിയായ പൊന്നോണത്തോട്ടം കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. പൊന്നോണത്തോട്ടത്തിൽ നടത്തിയ വിളവെടുപ്പ് ചടങ്ങിൽ നഗരസഭ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷയായി. പൊന്നോണത്തെ വരവേൽക്കാൻ ജൈവ പച്ചക്കറിയും ബന്ദിപ്പൂക്കളും നൂറുമേനി വിളയിച്ച് ആലപ്പുഴ നഗരസഭ രംഗത്ത്. നഗരസഭയുടെ കാർഷിക പദ്ധതിയായ പൊന്നോണത്തോട്ടം കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. ഇതോടൊപ്പം തന്നെ അനുബന്ധമായിട്ട് നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ വലിയൊരു സഹകരണം, നമ്മുടെ മുനിസിപ്പാലിറ്റി തൊഴിലാളികൾ ഉൾപ്പെടെ ഒരു വലിയൊരു സഹകരണം, മറ്റേ ചെയർപേഴ്സൺ ഉൾപ്പെടെ വൈസ് ചെയർപേഴ്സൺ ഉൾപ്പെടെ എല്ലാവരുടെയും സെക്രട്ടറി ഉൾപ്പെടെ എല്ലാവരുടെയും സഹകരണം അതിനകത്തുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള നേട്ടങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ നമുക്ക് നേടിയിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ പത്രമാധ്യമങ്ങളും മീഡിയകളിലും ചാനലുകളിലും ഒക്കെ തന്നെ ഇതെടുത്ത് പ്രതിപാദിക്കുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പരിസരങ്ങൾ ശുദ്ധീകരിക്കുകയും അതോടൊപ്പം തന്നെ ബ്യൂട്ടിഫൈ ചെയ്യുകയും ചെയ്യേണ്ട ഒരു കർത്തവ്യബോധം തീർച്ചയായിട്ടും നമുക്കോട് സംബന്ധിച്ചോളം ഉണ്ട്. തീർച്ചയായിട്ടും നഗരസഭ അധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ ഭാഗമായി നഗരസഭ ഓഫീസിനോട് ചേർന്നുള്ള ഒരേക്കർ സ്ഥലത്ത് ആരംഭിച്ച പച്ചക്കറി, ചീര, ബന്ദിപ്പൂവ് കൃഷിയാണ് വിളവെടുത്തത്. നഗരമാലിന്യം സംസ്കരിച്ച് ലഭിക്കുന്ന ജൈവവളം ഉപയോഗിച്ച് മൾച്ചിങ്ങും ട്രിപ്പ് ഇറിഗേഷനുമായി തികച്ചും വേറിട്ട രീതിയിലാണ് ഇവിടെ കൃഷി നടത്തിയത്. അത്തരത്തിൽ ഓണപ്പൂക്കളത്തിനായി മറുനാടിനെ ആശ്രയിക്കുന്ന പതിവ് ശൈലിയിൽ നിന്നും മാറ്റം വരേണ്ടതിനായുള്ള പരിശ്രമങ്ങളുടെ ഒരു മാതൃക തീർക്കുകയാണ് ആലപ്പുഴ നഗരസഭ. കാഴ്ചക്കാർക്ക് നവ്യാനുഭവം പകരുന്നതിന് കൂടി ലക്ഷ്യമിട്ട് ആരംഭിച്ച ബന്ദിപ്പൂ കൃഷിത്തോട്ടത്തിൽ സെൽഫി പോയിന്റും പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട്. മുൻ ഹരിതമിത്രം അവാർഡ് ജേതാവ് കഞ്ഞിക്കുഴി ശുഭകേശനാണ് കൃഷിരീതികളുടെ മേൽനോട്ടം വഹിച്ചത്. മാരകരോഗങ്ങൾ വരുത്തുന്ന വിഷാംശം നിറഞ്ഞ പച്ചക്കറികൾ ഒഴിവാക്കി ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുവാൻ കൂടി നഗരസഭ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നതായി നഗരസഭ അധ്യക്ഷ KK ജയമ്മ പറഞ്ഞു. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം പച്ചക്കറി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വിഷം കലർന്ന പച്ചക്കറികൾ കൊണ്ടുവന്ന് ഉപയോഗിക്കുന്ന ആളുകളാണ് നമ്മുടെ മലയാളികൾ കൂടുതലും. എന്നാൽ അതിൽ നിന്നൊരു മോചനം ചെറിയ രീതിയിലെങ്കിലും നമുക്ക് തക്കാളി ആയാലും വെണ്ടയ്ക്കയായാലും അതോടൊപ്പം തന്നെ പച്ചമുളകായാലും ഇതൊക്കെ നമുക്ക് കിട്ടുന്ന സ്ഥലങ്ങളിൽ കൃഷി ചെയ്ത് കുറച്ചെങ്കിലും വിഷരഹിതമായ പച്ചക്കറി നമുക്ക് കിട്ടുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളാണ് നഗരസഭ കാഴ്ചവെച്ചിട്ടുള്ളത്. പൊന്നോണത്തോട്ടം ഉദ്ഘാടന ചടങ്ങിൽ ആലപ്പുഴ നഗരസഭ വൈസ് ചെയർമാൻ PSM ഹുസൈൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ MG സതീദേവി, AS കവിത, MR പ്രേം, കൗൺസിലർമാർ, ഹെൽത്ത് ഓഫീസർ KP വർഗീസ്, കൃഷി ഓഫീസർ സീതാരാമൻ, നഗരസഭാ ജീവനക്കാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, മറ്റു തൊഴിലാളികൾ തുടങ്ങിയവർ വിളവെടുപ്പ് ചടങ്ങിൽ സംബന്ധിച്ചു. ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്.
ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങളെ സംരക്ഷിക്കുക, സ്ത്രീപക്ഷ നവകേരള സൃഷ്ടിക്കായി അണിചേരുക, ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ കേന്ദ്ര നയങ്ങൾക്കെതിരെ പോരാടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നേരത്തെ ആലപ്പുഴ EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ട്രേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം K. പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. ത്തിന്റെയൊക്കെ കുംഭഗോപുരം എന്ന് പറയപ്പെടുന്ന ഗുജറാത്തിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഗുജറാത്തിൽ ഒരു പ്രളയമുണ്ടായി. ഒരു 4 ദിവസങ്ങൾക്ക് മുൻപാണ് ഉണ്ടായത്. ആ 4 ദിവസങ്ങൾക്ക് മുമ്പ് പ്രളയമുണ്ടായപ്പോൾ വന്ന വാർത്തകളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എപ്രകാരമാണ് ആ ദുരന്തത്തെ അവർ നേരിട്ടത് എന്ന്. അവിടെ സൈന്യവും കോസ്റ്റ് ഗാർഡും ഇറങ്ങിയാണ് അവിടെ ആൾക്കാരെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, പുനരധിവാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേരളത്തിൽ വയനാട്ടിൽ സംഭവിച്ചത് എന്താണ്? ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കകം കേരളത്തിലെ എല്ലാ വകുപ്പുകളിലും സർക്കാർ സംവിധാനങ്ങൾ, പോലീസാകട്ടെ, ഫയർഫോഴ്സ് ആകട്ടെ, തദ്ദേശ സ്വയംഭരണ വകുപ്പാകട്ടെ, റവന്യൂ വകുപ്പാകട്ടെ, എല്ലാ വകുപ്പുകളും ഒത്തുചേർന്നുകൊണ്ട് അവിടെ സാധാരണക്കാരായി ദുരന്തത്തിലകപ്പെട്ടവരെ രക്ഷപ്പെടുത്തുന്നതിനാവശ്യമായ നടപടികളാണ് സ്വീകരിച്ചു വന്നിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഇപ്പോഴും സൈന്യം എത്തുന്നത് വരെ കാത്തു നിൽക്കുകയാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സഖാവ് രമേശ് ഗോപിനാഥ് സ്വാഗത പ്രസംഗത്തിൽ KGOA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ബാബു ധർണയിൽ അധ്യക്ഷത വഹിച്ചു. FSCTO ആലപ്പുഴ ജില്ലാ സെക്രട്ടറി C. സിലീഷ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ R. രാജീവ്, S. രാജലക്ഷ്മി, ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ദേവരാജ് കർത്ത, S. വേണുകുട്ടൻ, വൈസ് പ്രസിഡന്റുമാരായ KS രാജേഷ്, ഡോക്ടർ ശ്രീകല തുടങ്ങിയവർ സംസാരിച്ചു. KGOA ആലപ്പുഴ ജില്ലാ സെക്രട്ടറി രമേശ് ഗോപിനാഥ് സ്വാഗതവും ജില്ലാ ട്രഷറർ റെനി സെബാസ്റ്റ്യൻ നന്ദിയും പറഞ്ഞു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, മുഴുവൻ ജീവനക്കാർക്കും നിർവചിത പെൻഷൻ അനുവദിക്കുക, അഴിമതിരഹിതവും കാര്യക്ഷമവുമായ ജനപക്ഷ സിവിൽ സർവീസിനായി മുന്നേറുക, വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങളും ജില്ലാ മാർച്ചിലും ധർണയിലും ഉന്നയിച്ചു. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടത്താൻ തീരുമാനമായി. പുന്നമടക്കായലിൽ നടക്കുന്ന ജലമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. NTBR സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി സെപ്റ്റംബർ 28-ന് ഉച്ചയ്ക്ക് 2 മണിക്ക് പുന്നമടക്കായലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ബോട്ട് റേസ് കമ്മിറ്റിയുടെ ചെയർമാനും ജില്ലാ കളക്ടറുമായ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. യോഗത്തിൽ ഓൺലൈനായി പങ്കെടുത്ത കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് ഇക്കാര്യം കമ്മിറ്റിയുടെ മുമ്പാകെ വെക്കുകയായിരുന്നു. CBL ഒഴിവാക്കിയത് മൂലം ഉണ്ടാകുന്ന ആ ബാധ്യത നികത്തുന്നതിനാവശ്യമായ തുക നൽകുന്ന കാര്യം പരിഗണിക്കുന്നത് സംബന്ധിച്ച് ടൂറിസം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. പാരീസ് ഒളിമ്പിക്സ് വെങ്കല മെഡൽ നേടിയ ഹോക്കി താരം PR ശ്രീജേഷ് ഉൾപ്പെടെ പ്രമുഖരെ വള്ളംകളി ദിനത്തിൽ അതിഥിയായി പങ്കെടുപ്പിക്കാൻ ശ്രമം നടത്തണമെന്ന് ഓൺലൈനായി പങ്കെടുത്തുകൊണ്ട് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും നിർദ്ദേശിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചത്. നിലവിൽ ടിക്കറ്റ് എടുത്തവർക്ക് ആ ടിക്കറ്റ് ഉപയോഗിച്ച് തന്നെ പുതുക്കിയ തീയതിയിൽ വള്ളംകളി കാണുന്നതിന് അവസരമൊരുക്കും. യോഗത്തിൽ PP ചിത്തരഞ്ജൻ MLA നേരിട്ടും KC വേണുഗോപാൽ MP, കൊടിക്കുന്നിൽ സുരേഷ് MP, MLA-മാരായ H. സലാം, തോമസ് K. തോമസ്, NTBR സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ, ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റി കൺവീനർ MC സജീവ് കുമാർ, വിവിധ സബ് കമ്മിറ്റി കൺവീനർമാർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ക്ഷാമാശ്വാസം 6 ഗഡു അനുവദിക്കുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കൽ സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരത്തിൽ മുൻ MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായ A. ശുക്കൂർ മുഖ്യപ്രഭാഷണം നടത്തി. സാമൂഹ്യ രംഗത്തെ നേട്ടങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനം നമ്മുടെ രാജ്യത്തിന് മാതൃകയാണ്. എന്നാൽ ഗൗരവതരമായി നമ്മുടെ ഈ സാമൂഹ്യ പശ്ചാത്തലം ഒന്ന് പരിശോധിക്കപ്പെടുമ്പോൾ ഇതുപോലെ ഒരു വൃത്തികെട്ട ഭരണകൂടം നമ്മുടെ സംസ്ഥാനത്തിന് ഉണ്ടായിട്ടില്ല എന്ന് കാണുകയാണ്. സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് മുതൽ
ശ്രീ ഉമ്മൻചാണ്ടി വരെയുള്ള ഭരണകൂടങ്ങൾക്ക് ഏതെല്ലാം തരത്തിലുള്ള സമരങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയുമെങ്കിലും ആ സമരങ്ങളോടും സാമൂഹിക ജീവിതത്തിന് നേതൃത്വം കൊടുക്കുന്ന സമൂഹത്തോടും ജനതയോടും പ്രതിബദ്ധതയുള്ള ഭരണകൂടങ്ങളായിരുന്നു ഏറ്റക്കുറച്ചിലുണ്ടായിരുന്നാലും സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള സർക്കാരായിരുന്നു EMS സർക്കാർ മുതൽ ഉമ്മൻചാണ്ടി സർക്കാർ വരെയെന്നും, എന്നാൽ ഇന്ന് കേരളം ഭരിക്കുന്നത് അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും പേരുകേട്ട സർക്കാരാണെന്നും A. ഷുക്കൂർ കുറ്റപ്പെടുത്തി. മെഡിസെപ്പിലെ ന്യൂനതകൾ പരിഹരിക്കുക, ഫെസ്റ്റിവൽ അലവൻസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സത്യാഗ്രഹ സമരത്തിൽ ഉന്നയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആലപ്പുഴ നഗരത്തിലെ പ്രധാന വ്യാപാര മേഖലയിൽ തീപിടുത്തമുണ്ടായത് നാട്ടുകാരിൽ പരിഭ്രാന്തി പടർത്തി. കൊത്തുകൊച്ചാവടി പാലത്തിന് കിഴക്ക് ഇലക്ട്രോണിക് സർവീസ് സെന്ററിലാണ് തീപിടുത്തമുണ്ടായത്. വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് സംഭവം. സംസ്ഥാനത്താദ്യമായി വിദ്യാർത്ഥി സൗഹൃദ പ്രൈവറ്റ് ബസ് സർവീസിന് ആലപ്പുഴ ജില്ലയിൽ തുടക്കമായി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയുടെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വിദ്യാർത്ഥി സൗഹൃദ ബസ് സർവീസ് പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആലപ്പുഴ നഗരസഭയുടെ കാർഷിക പദ്ധതിയായ പൊന്നോണത്തോട്ടം കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. പൊന്നോണത്തോട്ടത്തിൽ നടത്തിയ വിളവെടുപ്പ് ചടങ്ങിൽ നഗരസഭ അധ്യക്ഷ KK ജയമ്മ അധ്യക്ഷയായി. ക്ഷാമബത്ത ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, കേരള സർക്കാരിന്റെ ജനപക്ഷ ബദൽ നയങ്ങളെ സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജില്ലാ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടത്താൻ തീരുമാനമായി. പുന്നമടക്കായലിൽ നടക്കുന്ന ജലമേള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. NTBR സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് പുതുക്കിയ തീയതി പ്രഖ്യാപിച്ചത്. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ കളക്ട്രേറ്റ് പടിക്കലാണ് സത്യാഗ്രഹം സംഘടിപ്പിച്ചത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.